എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരുടെ അച്ഛനാണെങ്കിൽ പിയുങ്ങിനോട് ഇങ്ങനെ ദേഷ്യം പിടിച്ച് പറയാം, നിനക്ക് കുറച്ചെങ്കിലും അനുസരണയോടെ നിന്നോടെ, യുഞ്ചിൻ്റെ അത്ര അനുസരണ വേണമെന്നൊന്നും പറയുന്നില്ല, കുറച്ചെങ്കിലും അനുസരണ കാണിച്ചത്, നീ എൻ്റെ മകളെ പറയുന്നത് തന്നെ നീ മോശം, ഈ ഫാമിലിയിൽ ഒരു ഉപകാരമില്ലാത്ത നീയാന്നൊക്കെ പറഞ്ഞാണ് ചൂടാവും. അപ്പം ഇത് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ ലാങ്ങിനാണ് ദേഷ്യം വന്ന് അവൻ ചോപ്സ്റ്റിക്കൊക്കെ അറിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. സോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ CEO ആയിട്ടുള്ള ഡ്യൂനിയാണ്. സോ അവനങ്ങനെ ഒരു പബ്ബിലിരിക്കുകയായിരിക്കും. സോ അവനാണെങ്കിൽ നമ്മുടെ യുവിൻ്റെ ഒരു മെസ്സേജ് വരും. യു ആരാന്ന് മനസ്സിലായോ? നമ്മുടെ യുങ്കിയുടെ സെക്കൻഡ് ബ്രദറാണ്. സോ അവ പറയും, എൻ്റെ യങ്ങർ ബ്രദർ സിസ്റ്ററിനെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്, അവൾ ആ പബ്ബിലുണ്ടെന്നാണ് അറിഞ്ഞത്, നീ ഒന്ന് അവിടെ നോക്കുമെന്ന് പറഞ്ഞാൽ അവളെ ഫോട്ടോയും അയച്ചു കൊടുക്കും. അപ്പോൾ ആണെങ്കിൽ അവൻ നേരെ പോകും. സോ അപ്പോൾ യുങ്കി ആണെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ രണ്ടാൾ വന്ന് അവളെ വെറുപ്പിക്കാൻ വരും. സോ അവർ ചോദിക്കും, എൻ്റെ യങ് മാസ്റ്ററിന് ഒരു സിഗരറ്റ് ലൈറ്റ് ചെയ്യാൻ വേണ്ടി ലൈറ്റർ എടുക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവനെ രണ്ട് ചീത്ത വിളിക്കും, കളിയാക്കും. സോ അപ്പോൾ കേട്ട് ഇവർക്ക് ദേഷ്യം വരുമ്പോൾ അവളെ അടിക്കാൻ വരുമ്പോൾ അവളാണ് പിടിച്ച് അവൻ ഒറ്റ ചവിട്ട് കിട്ടും. എന്നിട്ട് അവരുടെ യങ് മാസ്റ്ററിനെ അടിക്കാൻ വരുമ്പോഴായിരിക്കും ബാക്കിൽ നിന്ന് ഡൂവിൻ്റെ ആൾക്കാർ വരും, ഡൂ വിളിക്കുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ പറയും, അയ്യോ നിങ്ങൾ ഇവളെ അടുത്ത് നിന്ന് തന്നെ രക്ഷിച്ചല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ ഡൂ വന്നിട്ടുണ്ടാവും. അപ്പം അവനോട് ചോദിക്കും, നിങ്ങളായിരുന്നു ഡൂ, എന്നാൽ അവനെ വേഗം അവ കൊണ്ടുപോയിക്കോ പറഞ്ഞിട്ട് പോവും. ബട്ട് അവനാണെങ്കിൽ ഇവളെ പിടിച്ചു വെക്കും. അപ്പോൾ അയ്യോ എന്നെ മനസ്സിലായി എന്ന് വിചാരിച്ചാൽ അവളിങ്ങനെ നിൽക്കും. എന്നുവെച്ചാൽ അവൾ പറയും, എന്നെപ്പോലത്തെ ചെറിയ കുട്ടികൾ വരേണ്ട സ്ഥലമൊന്നും അല്ലാതെന്ന് പറയും. അപ്പോൾ അവൾ പറയും, എനിക്ക് 19 വയസ്സായി, എനിക്ക് വരാൻ പറയാം. അപ്പോൾ അവൻ പറയും, എന്നാലും നീ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് അല്ലേ, എനിക്ക് വരാൻ പറ്റില്ല. സോ അവൻ പറയും, എൻ്റെ പ്രൈവറ്റ് റൂമിലേക്ക് പോയിക്കോ, ഞാൻ വരാൻ പറഞ്ഞിട്ട് അവളെ പറഞ്ഞയക്കും. എന്നിട്ട് അപ്പാണെങ്കിൽ അവളെ വെറുപ്പിക്കാൻ വന്ന ചങ്ങായിയാണ് എൻ്റെ കാല് വന്ന് പിടിച്ചിട്ട് പറയും, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടാണ്, എനിക്ക് അറിയില്ലായിരുന്നു, സോറി ഞാനങ്ങനെ വെറുപ്പിച്ചെന്നെ പറഞ്ഞിട്ട് കുറേ സോറി ചോദിക്കും. അപ്പോൾ അവൻ അറ്റ് ലാസ്റ്റ് സമ്മതിച്ചിട്ട് അവനെ വിടും. എന്നിട്ട് റൂമിലേക്ക് വരുമ്പോൾ അവൻ അന്ന് കൊടുത്ത പൈസ തിരിച്ച് കൊടുക്കും. എന്നിട്ട് ഞാൻ പോവാൻ പറയുമ്പോൾ അവനാണെങ്കിൽ ഇല്ല, എനിക്കൊരു അഡ്വൈസ് തരാണ്ട് പറഞ്ഞിട്ട് അവളെ പിടിച്ചാണ്. എന്നിട്ട് അവർ കാറിൽ പോകുമ്പോൾ അവൾ ചോദിക്കും, ഞാൻ അവളെ വീട്ടിലേക്ക് വന്നോട്ടെ, എൻ്റെ എനിക്ക് റെൻറ്റ് തരാം, ഞാൻ അവിടെ കുറച്ച് ദിവസത്തേക്ക് താമസിക്കട്ടെ, എന്താ വെച്ചാൽ എൻ്റെ ഡോമട്രി റെഡി ആവുന്നവരെ ഞാൻ അവിടെ കുറച്ച് ദിവസത്തേക്ക് നിന്നൂടെ പറയും. അപ്പോൾ അവൻ പറയും, എൻ്റെ വീട് ഒരു ഹോട്ടലൊന്നുമല്ല പറയും. സോ അവളെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് നല്ല ഉറക്കക്ഷീണുണ്ടാവും. അപ്പോൾ അവൾ ചോദിക്കും, നീ ഉറങ്ങിയിട്ട് എത്ര ദിവസമാണ്? അപ്പോൾ അവൾക്ക് അറിയില്ല പറയും. സോ അവനാണെങ്കിൽ പറയും, എൻ്റെ മടിക്കരുന്നോ പറഞ്ഞിട്ട് അവൾക്ക് എടുത്തു. അപ്പോൾ അവൾ വേണ്ട പറയും, പക്ഷെ അത് അപ്രോപ്രിയേറ്റ് ആവും തോന്നില്ല പറയും അവൾ. സോ അവളെ പിടിച്ച് കിടത്തും. എന്നിട്ട് മറ്റേ യൂന് അവളുടെ ചേട്ടന് മെസ്സേജ് അയക്കും, ഞാൻ അവളെ കിട്ടി, അവളെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ അവൻ ചിന്തിക്കും, ഇവൾ കുറേ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ വീട്ടിൽ. സോ ഇവളെ ഞാൻ സമ്മതിക്കുന്നൊക്കെ അങ്ങനെ പറയും. സോ അവളുടെ ചേട്ടനാണെങ്കിൽ ലാങ്ങിനെ വിളിച്ച് പറയും, അവളെ കിട്ടി, അവൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് പറയും. പിന്നെ കാണിക്കുന്നത് അവർ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം വീട്ടിലെത്തിയപ്പോൾ ഇവന് അവരുടെ സെർവൻസിനോട് പറയും ഹാങ് ഓവർ സൂപ്പ് കൊണ്ടുവരാൻ. സോ അവരാണെങ്കിൽ അത് അവൾക്ക് കൊണ്ട് കൊടുക്കും. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ പേരൊക്കെ പറഞ്ഞാൽ അവർ ഫ്രണ്ട്സാവും. സോ ആ സെർവൻസ് പറയും, ഞാൻ നിങ്ങളെ മിസ് യുങ്കിനെ വിളിക്കുകയുള്ളൂ, അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ പറയും. അപ്പോൾ അവൾ മിസ് യുങ്കിനെ വിളിക്കേണ്ട, നീ പേര് വിളിച്ചാൽ യുങ്കി വിളിച്ചാൽ മതി പറയും. കാണിക്കുന്നത് സ്കൂളാണ്. സ്കൂളിൽ യൂണിഷീനായിട്ട് ചീത്ത പറയായിരിക്കും, സാറ് ബാഗും യൂണിഫോമും ഒന്നും കൊണ്ടുവരാണ്ട് നീ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇങ്ങനെ ഒന്ന് സ്കൂളിലേക്ക് വരുമ്പോൾ ബാഗൊന്നും കൊണ്ടുവരാതെ വരുന്നത് പറയും. അപ്പോൾ നമ്മുടെ യുങ്കി വരുന്നത്. അപ്പോൾ യുങ്കി ആണെങ്കിൽ ബാഗ് എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ടീച്ചർ ചോദിക്കുമ്പോൾ അവൾ പറയും മറന്നുപോയെന്ന്. അപ്പോൾ ഈ ക്ലാസ് ഫുൾ എങ്ങനെയാണുള്ളവർ അങ്ങനെ പറയുക ടീച്ചർ. സോ അപ്പോൾ ക്ലാസ്സിലെ വേറെ കുട്ടികൾ പറയും, അവളായിട്ട് ഞങ്ങളെ കമ്പയർ ചെയ്യേണ്ട, ബിക്കോസ് അവൾ ട്രാൻസ്ഫർ സ്റ്റുഡൻ്റാണ് പറയും. സോ പിന്നെ ക്ലാസ്സിൽ ഇരിക്കാൻ ടീച്ചർ സമ്മതിക്കും. അപ്പോൾ വേറെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് ബുക്ക് ഷെയർ ചെയ്യാൻ പറയും. അപ്പം ഒരു കുട്ടി വന്നിട്ട് അവളോട് ബുക്ക് ഷെയർ ചെയ്ത് പേരൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ്റെ പേര് ഷിൻസി എന്നായിരിക്കും. സോ അവർ പിന്നെ ഫ്രണ്ട്സാവും. പിന്നെ കുറച്ച് ഇൻ്റർവെൽ കഴിയുമ്പോൾ നമ്മുടെ യുൻസി ആണെങ്കിൽ വന്ന് പറയും,
ഷിങ്സിനോട് അധികം കൂട്ടുകൂടണ്ട, അവൻ കുറേ ബാഡ് ന്യൂസസ് ഉണ്ട് പറയും. അപ്പോൾ അവളത് മൈൻഡ് ചെയ്യാതെ പോവും. എന്നിട്ട് അവൻ ചിന്തിക്കും ഞാൻ പിന്നെ അവളെക്കുറിച്ച് കെയർ ചെയ്യുന്നതെന്ന് ചിന്തിക്കും. പിന്നെ അവളിങ്ങനെ വരാന്തയിൽ കൂടെ നടന്നു പോകുമ്പോൾ അധികം കുറേ പേര് അവരെ ബുള്ളി ചെയ്യുന്നത് കാണും. അപ്പോൾ അത് നോക്കുമ്പോൾ സിംഗിങ് ആയിരിക്കും. സോ അവൾ അവരുടെ അടുത്തേക്ക് വന്നിട്ട് ബുള്ളി ചെയ്യുന്ന നിർത്താൻ വേണ്ടി നോക്കൂ. അപ്പോൾ അവർ പറയും നീ ഇതിൽ ഇടപെടേണ്ട പറയും. അപ്പോൾ അത് കാണുമ്പോൾ അവൾക്ക് ചൂടായിട്ട് എൻ്റെ ഫോൺ തട്ടിപ്പറിക്കും. എന്നിട്ടാണെങ്കിൽ അത് നിലത്തിട്ട് അവൾ പൊട്ടിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ചൂടാവും. എന്നിട്ട് അവളെ അടിക്കാൻ വരുമ്പോൾ ഇവ തടയും, ഫാറ്റി തടയും. നമുക്ക് അവനെ ഫാറ്റി എന്ന് വിളിക്കാം, ബിക്കോസ് അവൻ്റെ പേര് പറയാൻ നല്ല ടാസ്ക്കാണ്. കുറേ പേര് ഫാറ്റി എന്നാണ് പറയുന്നത്. സോ നമുക്ക് അങ്ങനെ തന്നെ പറയാം. സോ അപ്പോഴാണ് ഇവനായിട്ട് നല്ല അടിക്കും. അത് കണ്ടപ്പോൾ ഇവൾക്ക് ചൂടായിട്ട് ഇവൾ അവൻ്റെ തല പിടിച്ചിട്ട് ചുമരുമ്മിൽ അടിക്കും. എന്നിട്ട് അപ്പോൾ തന്നെ അവൻ്റെ ബോധം പോവും. ബാക്കിയുള്ളവരെല്ലാവരും ഇത് കണ്ട് പേടിച്ചിട്ട് അവൾ നോടും. എന്നിട്ട് ഇവളാണ് ഫാറ്റീനെ എടുത്തിട്ട് അവർ ഇൻഫോർമേറ്റർ പോവാൻ പറയും. പക്ഷെ അവനാണ് സമ്മതിക്കില്ല. അറ്റ് ലാസ്റ്റ് അവൾ കൊണ്ടുപോകും. അപ്പോൾ ആണെങ്കിൽ അവൾക്ക് ഡൂൻ്റെ ഈ റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും ഈ ചാനൽ. സോ അവൾ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറയും നിങ്ങൾ ഇവനെപ്പോൾ കൊണ്ടുപോകുന്നത് നന്നായി, ബിക്കോസ് അവൻ്റെ കണ്ടീഷൻ നല്ല പോക്കാണ്, ഇവർ എപ്പോഴും അങ്ങനെ ബുള്ളി ചെയ്യുന്നുണ്ട് പറയും. സോ അവളാണ് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് അവൻ്റെ അടുത്ത് പോകും. എന്നിട്ട് അപ്പോൾ അവൾ ചോദിക്കും, ഫാറ്റി ചോദിക്കും നമുക്ക് ഫ്രണ്ട്സ് ആയല്ലോ ചോദിക്കും. അപ്പോൾ അവളൊന്നും പറയില്ല. അപ്പോൾ പറയും എന്നെ നീ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ കൊണ്ടല്ലേ എനിക്ക് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാതെ പറയും. അപ്പോൾ അവൾ എനിക്ക് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ ചോദിക്കും. സോ പിന്നെ ആണെങ്കിൽ അവിടെ സ്കൂളിൽ ഫുള്ള് ഈ ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടാകും. കിയാൻ ഫാമിലി ആയിരിക്കും അവൻ. സോ അവരാണ് ഭയങ്കര ബിസിനസ് ഫാമിലി ആയിരിക്കും. അപ്പോൾ അവൻ അടിച്ച് പറഞ്ഞ് ഫുൾ ഇതാവും. അപ്പം നമ്മുടെ യുൻജിയാനോട് വന്ന് ചോദിക്കുക നിൻ്റെ റിലേറ്റീവിനെ കുറിച്ച് കൂടുതൽ പറയുകയോ ചോദിക്കുക. അപ്പം അവളാണ് പറയുന്നത് ഞങ്ങൾ അത്ര ക്ലോസ് അല്ല പറഞ്ഞ് അവൾ പോയിട്ട് അവളാണ് അവളുടെ അമ്മേനെ വിളിച്ച് പറയും വരണം, എന്താ വെച്ചാൽ അവൾ ഫുൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് യുങ്കി സ്കൂളിൽ. അപ്പോൾ വരാൻ പറയും. പ്രിൻസിപ്പളിൻ്റെ ഓഫീസാണ് കാണിക്കുന്നത്. അപ്പം അവൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടാവും. സോ ഇവളെ കണ്ടിട്ട് ഇവളാണ് ചെയ്ത് ചോദിക്കുമ്പോൾ അവളാ പറയും അപ്പോൾ നിൻ്റെ പാരൻസ് എന്താ ചെയ്യുന്നത് ചോദിക്കും. അപ്പോൾ അവൾ പറയും അവൾ ഓഫാണാ പറയും. സോ അവ പറയും നീ ഈ ക്യൂൻ ഗ്രൂപ്പിൻ്റെ അടുത്ത ബോസിനെയാണ് നീ ഇങ്ങനെ ചെയ്തത്. സോ നീ അതിനെ അപ്പോളജിസ് പറയേണ്ടി വരും, അല്ലെങ്കിൽ അതിന് നീ മുട്ടിൽ നിന്നിട്ട് അപ്പോളജി ചെയ്യേണ്ടി പറയും, അല്ലെങ്കിൽ നീ സ്കൂളിൽ നിന്ന് പുറത്താവും പറയും. സോ അവൾ പറയും ഞാൻ ചെയ്യില്ല പറഞ്ഞ് നിൽക്കും. അപ്പോൾ ആയിരിക്കും അവളുടെ അമ്മ വരും. എന്നിട്ടാണ് ഇവളെ അങ്ങനെ അടിക്കാൻ വരുമ്പോൾ അവിടുത്തെ സാർ ചോദിക്കുക നിങ്ങളെ റിലേറ്റീവ് ആണെന്നല്ലേ പറഞ്ഞത്, പിന്നെ നിങ്ങൾ തന്നെ വന്നേ, നിങ്ങൾക്ക് ഭയങ്കര തിരക്കുള്ളതല്ലേ, പിന്നെ നിങ്ങൾ തന്നെ എന്താ വന്നേ ചോദിക്കൂ. സോ അവരുടെ അമ്മ പറയും ഇവളെൻ്റെ അഡോപ്റ്റഡ് ഡോക്ടറാണെന്ന്. എന്നിട്ട് അവളെ ലീഗലി പണിഷ് ചെയ്യാൻ പറയും. അവരുടെ അമ്മ അവൾ ചെയ്ത് തെറ്റാ പറയും. അപ്പോഴാണെങ്കിൽ നമ്മുടെ ലാൻ വരും. എന്നിട്ട് നിങ്ങൾക്ക് എവിഡൻസ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് ലാൻ വരും. എന്നിട്ട് അവളെ കൂട്ടി പോകുമ്പോൾ അവരുടെ അമ്മ തടയും. സോ അവൾ പറയും ഇതെല്ലാം ചെയ്ത ഞാനാണ് എന്ന് അവൾ പറയും. അപ്പം അവനെ കുടുക്കിലാക്കാണ്ടിരിക്കാനാണ് അവൾ പോവാതിരുന്നത് ഇപ്പോൾ അവൻ്റെ കൂടെ. സോ അവരുടെ അപ്പോൾ അവൻ വീണ്ടും അവളെ കൺവിൻസ് ചെയ്യാൻ നോക്കുമ്പോൾ അവരുടെ അമ്മ പറയും ലാങ് നിനക്ക് ഒരു അനിയത്തിയുള്ള അവളാണ് ക്ലാസ്സിലാണല്ലേ പറയും. അപ്പോൾ അവൾ പറയാം ശരിയാണ് നിനക്ക് ഒരു അനിയത്തിയുള്ളൂ പറയും. സോ പിന്നെ ആണെങ്കിൽ കാണിക്കുന്ന അവിടെയൊക്കെ പോലീസ് വരുന്നതാണ്. സോ അവർ പറയും ഇൻവെസ്റ്റിഗേഷന് കൊണ്ടുവേണ്ടി വരും പറയും. സോ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ഇവൻ സ്കൂളിൽ ബുള്ളി ചെയ്യുന്നത് ഇൻ്റർനെറ്റ് ഫുൾ വൈറലായതുകൊണ്ട് അവൻ്റെ 65 വീഡിയോസ് ഉണ്ട് അവനെ ബുള്ളി ചെയ്യുന്നത് പറയാം. അപ്പോൾ അവർ പറയും അങ്ങനെയൊന്നുമില്ല പറയും തെളിവുണ്ട് പറഞ്ഞിട്ട് അവൻ അറസ്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അവരുടെ അച്ഛനാണ് പറയും നിന്നെ കാണിച്ചു തരാം, നീ കാരണമാണ് ഇതൊക്കെ വന്ന് നീയാണ് ഇട്ടെന്ന് എനിക്ക് അറിയാൻ പറയും. സോ നമ്മൾ ഫാറ്റ് ആണ് പറയും അങ്ങനെ ഒന്നും ചെയ്യണ്ട, എനിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് പറഞ്ഞിട്ട് അവരുടെ മേലുള്ള സ്ക്രാച്ചസ് കാണിക്കും, ഇതാണ് പ്രൂഫ് പറഞ്ഞിട്ട് അതോടെ ഈ എപ്പിസോഡ് കഴിഞ്ഞു. അതിന് അടുത്ത എപ്പിസോഡ് വരെ സ്റ്റേ ട്യൂൺ.